നമ്മൾ പ്രിപ്പോസിഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് പ്രിപ്പോസിഷൻ പഠിച്ചിരുന്നു, ഇൻ, ഓൺ, അറ്റ്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ചോദിച്ചിരുന്നു, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, എന്നോട് ഡിസ്ചാർജ് ആകാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഐ ആം ഇൻ ദ ഹോസ്പിറ്റലാണോ അറ്റ് ദ ഹോസ്പിറ്റലാണോ ഉപയോഗിക്കേണ്ടതെന്ന്? എന്താ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ കുറേ പേര് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് എഴുതി, കുറച്ച് പേര് അറ്റ് ദ ഹോസ്പിറ്റൽ എന്നും എഴുതി. അവിടുത്തെ ആൻസർ വരിക ഇൻ ദ ഹോസ്പിറ്റലാണ്. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്താണുള്ളത്, ഞാൻ എപ്പോഴാണ് തിരിച്ചു പോണേ എന്നൊന്നും എനിക്കറിയില്ല. ഡിസ്ചാർജ് ആകുന്ന കാര്യവും ഡോക്ടർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഐ ആം ഇൻ ദ ഹോസ്പിറ്റലാണ്. അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഞാൻ എവിടെയാണ് കൃത്യസമയത്തുള്ളത്, അതാണ് അറ്റ്. ഐ എം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അഡ്മിറ്റഡ് ആണ്, നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളപ്പോൾ എന്നെ കണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ പോകും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ എം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന്. പക്ഷെ അഡ്മിറ്റായി കിടക്കുന്ന എനിക്ക് പറയാൻ കഴിയുക ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഞാൻ കുറേ പേർക്ക് കമൻറ്റ് ബോക്സിൽ അത് ക്ലിയർ ആക്കി തന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. നമ്മുടെ പ്രിപ്പോസിഷൻ പാഠം 1 നിങ്ങൾ കേൾക്കണം. ഇന്ന് നമ്മൾ അടുത്ത കുറച്ച് പ്രിപ്പോസിഷനാണ് പഠിക്കുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്ലേസ് തന്നെ. നമുക്ക് ഒരാൾക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് എക്രോസ് ഫ്രം. എക്രോസ് ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ? എക്രോസ് ഫ്രം. മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്രോസ് ഫ്രം. മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. എൻ്റെ സ്കൂള് പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ പറയും ചില സാധനങ്ങൾ ആ കടയുടെ ഓപ്പോസിറ്റ് ആണ് മറ്റേ കടയുള്ളത്, അല്ലെ? ആ ഒരു എതിർവശത്ത് നിന്ന്, അല്ലെ? പോസ്റ്റ് ഓഫീസിന്റെ എതിർവശത്താണ് എൻ്റെ സ്കൂളുള്ളത്. എങ്ങനെ പറയും? മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. അപ്പൊ നമ്മൾ ഈ കൂടുതലും യൂഷ്വലി എക്രോസിന് പകരം, എക്രോസ് ഫ്രമിന് പകരം നമ്മൾ എപ്പോഴും പറയുക എന്താണ്? എൻ്റെ സ്കൂള് പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറയും. അതായത് പോസ്റ്റ് ഓഫീസ് അവിടെയാണെങ്കിൽ സ്കൂൾ ഇവിടെ, അല്ലെ? അപ്പൊ നമുക്ക് പറയേണ്ടത് എന്താണ്? മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. ഈ സ്കൂള് പോസ്റ്റ് ഓഫീസിന്റെ എതിർവശത്ത് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മളോട് അതേപോലെ ആരെങ്കിലും ഒരു ബേക്കറി ഷോപ്പ് ചോദിച്ചു വരികയാണ്, അപ്പം അത് റോഡിന്റെ അപ്പുറത്താണുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ പൊതുവെ പറയും റോഡിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയും. അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെ പറയാം? ദ ബേക്കറി ഷോപ്പ് ഈസ് എക്രോസ് ഫ്രം ദ റോഡ്. റോഡിന്റെ എതിർവശത്ത്. അപ്പൊ എക്രോസ് ഫ്രം മനസ്സിലായല്ലോ? എക്രോസ് ഫ്രം ദ റോഡ്, റോഡിന്റെ എതിർവശത്താണ്. മൈ സ്കൂൾ ഈസ് എക്രോസ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ എതിർവശത്താണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഏകദേശം ആ ഒരർത്ഥം. എതിർവശത്താണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബിഹൈൻഡ്. ബിഹൈൻഡ് എന്താണ്? ഞാൻ സെന്റൻസ് പറയാം, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഈ മൈ സ്കൂൾ തന്നെ നമുക്ക് പറയാം. മൈ സ്കൂൾ ഈസ് ബിഹൈൻഡ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് ഓഫീസിന്റെ പുറകിലാണ് എൻ്റെ സ്കൂൾ ഉള്ളത്. മൈ സ്കൂൾ ഈസ് ബിഹൈൻഡ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ പുറകിലാണെന്ന് പറയണത്. പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയണമെങ്കിൽ എക്രോസ് ഫ്രം, പുറകിലാണെന്ന് പറയണമെങ്കിൽ ബിഹൈൻഡ്. നെക്സ്റ്റ് ഈസ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇടയിൽ, അല്ലെ? അപ്പൊ എങ്ങനെ പറയണം? അപ്പൊ നിങ്ങൾ പറയൂ, പോസ്റ്റ് ഓഫീസിന്റെയും ബാങ്കിന്റെയും ഇടയിലാണ് എൻ്റെ സ്കൂൾ. എങ്ങനെ പറയും? മൈ സ്കൂൾ ഈസ് ബിറ്റ്വീൻ ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ബാങ്ക്. ബാങ്കിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ബിറ്റ്വീൻ, ഇടയിലാണ് എൻ്റെ സ്കൂൾ. എങ്ങനെ പറയും? മൈ സ്കൂൾ ഈസ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലുള്ള ഓരോ സെന്റൻസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പൊ ബിറ്റ്വീൻ ആയി. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഇനി നിയർ. ഇതിപ്പോഴും നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ നിയർ ടു എന്ന് പറയൂ കേട്ടോ. നിയർ ടു എന്ന് പറയരുത്, നിയർ ദ. നിയർ. മൈ സ്കൂൾ ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിയർ ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്താണെന്ന്. തൊട്ടടുത്താണെന്നല്ല അതിൻ്റെ അർത്ഥം. പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് നടക്കാൻ കാണും.
അത്ര അടുത്ത്. നമുക്കിപ്പോൾ ബസ് കയറി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എടുത്ത് പോകാനോ ഉള്ള ദൂരമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് നടക്കാൻ കാണും. അങ്ങനെ ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ടൊക്കെ ഏരിയ അവിടെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ എങ്ങനെ പറയുന്നത്, നിയർ ദ പോസ്റ്റ് ഓഫീസ്. മൈ സ്കൂൾ ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസ്. ആക്ച്വലി മൈ ഹൗസ് ഈസ് നിയർ ദ ചർച്ച്. ചർച്ചിന്റെ അടുത്താണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ചർച്ചിനെ തൊട്ടുമുട്ടിയല്ല, അതിന്റെ അടുത്തൊക്കെ ആയിട്ട്. എനിക്കിപ്പോ നമുക്ക് ഒരു ഒത്തിരി അങ്ങോട്ട് നമ്മൾ പറ്റില്ല, ഒരു 2-3-4 സ്റ്റെപ്പ് അങ്ങ് വെക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറ്റില്ല, ഒരു 5 മിനിറ്റ് അങ്ങ് നടക്കണം. അത് തന്നെ 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അതാണ് നിയർ ദ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നിയർ ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിലേക്ക് എങ്ങനെ പോവാൻ, നിയർ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തെന്നല്ല, 5 മിനിറ്റ് അങ്ങോട്ട് മാറണം. തൊട്ടടുത്ത് ആ ഒരു പ്രദേശം, അതാണ് നിയർ. പക്ഷേ നെക്സ്റ്റ് ടു ബിഹൈൻഡ്, നെക്സ്റ്റ് ടൂവിനും ബിഹൈൻഡ് അല്ല കേട്ടോ, നെക്സ്റ്റ് ടൂവും ബിസൈഡ്സും അല്ല, ബിസൈഡ്. ഇവ രണ്ടും തമ്മിൽ ഏകദേശം ഒരേ അർത്ഥമാണ്, തൊട്ടടുത്താണ്. ഏതാണ്? നെക്സ്റ്റ് ട്യൂബും ബിസൈഡും തമ്മിൽ ഏകദേശം ഒരേ അർത്ഥമാണ്. എങ്ങനെ പറയാം? മൈ സ്കൂൾ ഈസ് നെക്സ്റ്റ് ടു പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത്. മൈ സ്കൂൾ ഈസ് ബിസൈഡ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട്. ഒരുപക്ഷെ ഈ ഒരു ബിൽഡിംഗ് പോസ്റ്റ് ഓഫീസ് ആയിരിക്കാം. തൊട്ട് ഇവിടുന്ന് തുടങ്ങുകയാണ് സ്കൂൾ. അങ്ങനെ തൊട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയണത്? നെക്സ്റ്റ് ടു എന്ന് പറയാം, ബിസൈഡ് എന്ന് പറയാം. അപ്പം നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 തിങ്സ് വെച്ച് കാണിച്ചു തരാം. എന്താണ് നമ്മൾ പഠിച്ചത്? എക്രോസ് ഫ്രം, എതിർവശത്ത്. പിന്നെ ബിഹൈൻഡ്, പുറകിൽ. പിന്നെന്താണ്? നിയർ ദ, അടുത്ത്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. നെക്സ്റ്റ് ടു അല്ലെങ്കിൽ ബിസൈഡ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്. റൈറ്റ്? അപ്പോ നൗ ഐ ടേക്ക്, this is my watch, this is my pretty box. Now my watch in the box. നിങ്ങൾ ശ്രദ്ധിക്കുക, my watch in the box. ഇപ്പം നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറയത്തില്ലേ? ഞാൻ ഫസ്റ്റ് പ്രിപ്പോസിഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ വന്നത് ഇൻസൈഡ് എന്ന വാക്കിനകത്ത് നിന്ന് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞ പ്രിപ്പോസിഷൻ പാഠം 1 നിങ്ങൾ കേൾക്കണം. നൗ മൈ വാച്ച് ഇൻ ദ ബോക്സ്. ദെൻ ഇപ്പൊ നിങ്ങൾ പ്രിപ്പോസിഷൻ ഒക്കെ പഠിച്ചു. അപ്പൊ നിങ്ങൾ തന്നെ പറയണം, നൗ ഐ കീപ്, ലുക്ക്, സി മൈ വാച്ച് on the box. Then my watch, what is this? Under the box. Under എന്ന് പറഞ്ഞാൽ അടിയിൽ. ദാ അണ്ടർ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ മനസ്സിലായി. എൻ്റെ വാച്ച് ഈ ബോക്സിന്റെ അടിയിലാണ് ഉള്ളത്. അണ്ടർ ദ ബോക്സ്, അണ്ടർ ദ ബോക്സ്. Then my watch I keep backside. അപ്പൊ എന്താ പറയുന്നത്? ഈ ബോക്സിന്റെ പുറകിലാണ് എൻ്റെ വാച്ച് ഉള്ളത്. അപ്പൊ എങ്ങനെ പറയും? ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്? ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ കൊടുത്തോളൂ. ഞാൻ എൻ്റെ വാച്ച് ഈ ബോക്സിന്റെ പിറകിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുറകിൽ ഒന്നുള്ളതിന് എന്ത് പ്രിപ്പോസിഷനാണ് കൊടുക്കേണ്ടതെന്ന് ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കാം. ദെൻ മൈ വാച്ച് തൊട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഫ്രണ്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. വാട്ട് ഈസ് ദ മൈ വാച്ച്? നെക്സ്റ്റ് ടു ദ ബോക്സ്. ചേർന്നിരിക്കുകയാണ്, നെക്സ്റ്റ് ടു ദ ബോക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൈ വാച്ച് ബിസൈഡ് ദ ബോക്സ്. ബോക്സിന്റെ തൊട്ടടുത്താണ്. ഇനി ഈ ബോക്സും ഇങ്ങനെ നിൽക്കുകയാണ്, വാച്ച് ഇങ്ങനെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെയുണ്ട്, അടുത്തുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? മൈ വാച്ച് നെക്സ്റ്റ് ടു അല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? ആരെങ്കിലും നെക്സ്റ്റ് ടു പറഞ്ഞോ? അല്ല, നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം, തൊട്ടടുത്ത്. നിയർ ദ ബോക്സ്. ബോക്സിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. നിയർ ദ ബോക്സ്, നിയർ ദ ബോക്സ്. മനസ്സിലായല്ലോ? ഇനി എൻ്റെ വാച്ച് കുറച്ച് ദൂരെ, ഇതിന്റെ പുറകിൽ ഇവിടെ ഒരു എന്താ പറയാ, നമുക്കിവിടെ ഒരു റോഡുണ്ടെന്നൊക്കെ സങ്കല്പിക്കുക. അപ്പുറത്തായിട്ടാണ് എൻ്റെ വാച്ച് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാം? എക്രോസ്, അല്ലെ? എക്രോസ് ഫ്രം ദ ബോക്സ്. ബോക്സിന്റെ എതിർവശത്താണ് എൻ്റെ എന്തുള്ളത്?
വാച്ച് ഉള്ളത്. എക്രോസ് ഫ്രം ദ ബോക്സിന്റെ എതിർവശത്താണ് വാച്ച് ഉള്ളത്. അപ്പോ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പറയുക. ഐ ഹാവ് 1 ബ്ലാക്ക് പെൻ, 1 റെഡ് പെൻ ആൻഡ് ഓൾസോ 1 ബ്ലാക്ക് പെൻ. ഇറ്റ്സ് നോട്ട് എ ബ്ലാക്ക് പെൻ, മാർക്കർ. മൈ പെൻ, ഈ റെഡ് പെൻ ഏത് സൈഡ് എങ്ങനെയായിരിക്കണം, ഏതാണ് പ്രിപ്പോസിഷൻ? ഇതിന്റെ ഇടയിലാണ്, 2 ബ്ലാക്ക് കളറിന്റെ ഇടയിലാണ് ഇത് വന്നിരിക്കുന്നത്, റെഡ് കളർ. അപ്പൊ എങ്ങനെയാണ്? ദ റെഡ് പെൻ ഈസ് ബിറ്റ്വീൻ 2 ബ്ലാക്ക് കളേഴ്സ്. 2 ബ്ലാക്ക് കളറിന്റെ ഇടയിലാണ് എന്ത് വന്നിരിക്കുന്നത്? റെഡ് കളർ വന്നിരിക്കുന്നത്. ബിറ്റ്വീൻ 2 ബ്ലാക്ക് കളേഴ്സ്. ബ്ലാക്ക് കളറുകളുടെ ഇടയിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പ്രിപ്പോസിഷൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാകാതെ പോയി കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് കിട്ടാണ്ട് പോയവരുണ്ട് എങ്കിൽ പ്രിപ്പോസിഷൻ പാഠം 1 നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അവിടെ നമ്മൾ ഇന്നോൺ അറ്റിന്റെ ഉപയോഗം ടൈമിൽ എങ്ങനെ ഉപയോഗിക്കും, പ്ലേസിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് കമന്റ് ബോക്സ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാട്ടോ, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. ഓക്കെ. പിന്നെ അവിടെ കമന്റ് ബോക്സ് ഞാൻ പ്രിപ്പോസിഷൻ ചെയ്ത കമന്റ് ബോക്സ് കണ്ടതാണ്. ഓൺ ബൈക്ക് എന്നല്ലേ പറയേണ്ടത്? ഓൺ ബൈക്ക് എന്നാണ് പറയേണ്ടത്. ഞാൻ ഓൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വെഹിക്കിളിന്റെ കൂടെ ഓൺ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഓൺ ദ ബസ്, അതായത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നയൊക്കെ വെഹിക്കിളിലാണ് നമ്മൾ ഉണ്ടെങ്കിൽ ഓൺ എന്ന് ഉപയോഗിക്കുക. അല്ല എങ്കിൽ കാർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ അതൊക്കെ ആണെങ്കിൽ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ബൈക്കിലാണെങ്കിൽ നമ്മൾ ഓൺ തന്നെയാണ്, കാരണം ബൈക്കിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഓൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിലൊന്നും ഞെക്കുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പ്രിപ്പോസിഷന്റെ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.